പെണ്ണുങ്ങളെ കാണുമ്പോൾ 2 കാല് കവിച്ച് വെച്ചിട്ട് അവരുടെ മോലേമ്മ ഞെക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞു അയാൾ നാട്ടിൽ പോയാൽ ഭാര്യയ്ക്ക് ഒരു സെക്കൻഡ് പോലും കൊടുക്കില്ലാന്ന്. എന്ന് വെച്ചാൽ എന്തുവാ എനിക്ക് മനസ്സിലായില്ല. എന്ന് വെച്ച് തുട്ടാ ഇത് ബന്ധപ്പെടുമ്പം 1 മിനിറ്റ് പോലും കൊടുക്കൂലെന്ന്. അപ്പോഴേക്കും പോകുമെന്നാണ് ഉദ്ദേശിച്ചത്, അതോ ഫുൾ ടൈം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും എന്നാണ് പറയണേ? വാട്ട് യു മീൻ? എന്താ ഉദ്ദേശിച്ചേ? എടാ, ഒരു ആണും പെണ്ണായി കഴിഞ്ഞാൽ അയാൾക്ക് എപ്പോഴും വേണമെന്ന് അങ്ങനെ അത് അയാളുടെ അതിനുള്ള ശേഷിയുണ്ടോ? ഒരിക്കലും എപ്പോഴും ഒരു പെണ്ണിനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കരുത്, അത് മോശമാണ്. 24 hours നമ്മൾ സെക്സ് ചെയ്യാൻ പാടില്ല, അല്ല മൈന. കുറച്ചൊക്കെ നേരം ഫുഡൊക്കെ വെച്ച് സംസാരിച്ച് മുത്തേ പൊന്നെ എൻ്റെ മൈന എനിക്കൊരു പറ്റൂരി, ഞാൻ വിവ്യേൻ്റെ അടുത്ത് സംസാരിക്കും, ഞാൻ അവിടെ ഇരുന്നു, പുള്ളി ഇവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുത് എന്ന്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു വൈഫിനും 24 മണിക്കൂറും ബന്ധപ്പെടാൻ സമയം കൊടുക്കാൻ പാടില്ല. കാരണം അവർക്ക് ഫുഡ് വയ്ക്കണം, അവരോട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം, വർത്തമാനം പറയണം, അവരുടെ അടുത്തിരുന്ന് കുറച്ച് നേരം അവരുടേതായ കാര്യങ്ങൾ കേൾക്കണം, കുറേ തമാശ പറയണം, കോമഡി പറയണം. അവളെ മൂടാക്കിയതിന് ശേഷമേ നമ്മൾ ബന്ധപ്പെടാൻ പാടുള്ളൂ, അല്ലേ? ഇതിപ്പോൾ ഇവിടെ ആൾ വന്നു, എൻ്റെ വിവേട്ടൻ വന്നല്ലോ. ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു, പായസം ഉണ്ടാക്കി കൊടുത്തു, ഞാൻ മൈനയുടെ കാര്യം സംസാരിച്ചു, ചടുവിൻ്റെ കാര്യം സംസാരിച്ചു, ഗെയിമിനെ കുറിച്ച് കുറേ നേരം സംസാരിച്ചു, എൻ്റെ ഓണത്തിന് കൊടുത്ത സാരികളെ കുറിച്ച് സംസാരിച്ചു, എൻ്റെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു, വർക്കിനെ കുറിച്ച് സംസാരിച്ചു, ജോലിയെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് പുള്ളിക്ക് ഫുഡൊക്കെ കൊടുത്തു. അങ്ങനെ കുറേ നേരം സംസാരിച്ച് നമ്മൾ ഹാപ്പിയാക്കി. ഒന്ന് തൊടലും പിടിക്കലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ്. അല്ലാണ്ട് ഒരു കാര്യം ചോദിച്ചറിയാണ്ട് വർത്താനം പോലും പറയാണ്ട് 2 കാല് കവച്ച് വെച്ച് പൊക്കി വെച്ചിട്ട് അടിച്ചിട്ട് എന്തായിട്ടാ കാര്യം? എന്തെങ്കിലും കാര്യമുണ്ടോ മൈന? ഒരു പെണ്ണിനെ കണ്ടു, അവളുടെ കാല് സാമാനം പൊളുത്തി വെച്ച് അടിച്ചെന്ന് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ചേച്ചിയോട് ചോദിച്ചു, വേറെ ഒന്നുമല്ല ചേച്ചി. ഇവിടെ ഇത് ഇടയ്ക്ക് പറഞ്ഞല്ലോ ചേച്ചിയുടെ ഹസ്സിനെ പറ്റിയതാ. എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് 24 hours തന്നെ വീട്ടിലാണ്, ഫുൾ ടൈം ബന്ധപ്പെടലാണ്. എനിക്ക് ഇഷ്ടമല്ല അത്. ഇന്ന് എനിക്ക് നല്ല മൂടുണ്ടായിരുന്നു, പക്ഷേ സാഹചര്യം പോലും എനിക്കൊന്നിനും പറ്റൂല. സാധാരണ ഞാൻ പുറത്തെടുത്തിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നതായിരുന്നു. അയ്യോ, കുട്ടനെയൊക്കെ എടുത്ത് ഉമ്മ കൊടുക്കേണ്ട ഞാനായിരുന്നു. ഇന്ന് അതുപോലെ നടന്നില്ല. സാഹചര്യം അതിന് ഒന്നും നടന്നില്ല മോളെ. അല്ല, സാധാരണ എൻ്റെ കൈ എപ്പോഴും അവിടെ കൊണ്ടുപോയിട്ട് തലോടെ. പക്ഷെ എന്നെ കണ്ടാൽ മതിയിടോ. എന്നെ കണ്ട അപ്പം കുട്ടനെ നിൽക്കും, ജീൻസിന് മേളിൽ കൂടി ഇങ്ങനെ പൊന്തി നിൽക്കും. സീരിയസ്, വിജുമോൾ പറഞ്ഞ സത്യമായിട്ടോ. ചെന്ന് പരിപാടിയില്ല. അതെ ചേട്ടൻ, നമ്മളൊരു പെണ്ണിന് സെക്സിൽ ഏർപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളോട് ആദ്യം അവളുടെ വിശേഷങ്ങൾ ചോദിക്കുക, അവളുടെ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുക, അവളുടെ ജോലിയെക്കുറിച്ച് ചോദിക്കുക. അങ്ങനെ ചോദിച്ച് വരുമ്പോൾ നമ്മൾ ഏകദേശം ഒരു സെക്സിലേക്ക് എത്തും. അപ്പം നമ്മളാണ് കേട്ടോ. സാരി എങ്ങനെ ഉണ്ടായിരുന്നു? സത്യടി. അപ്പം അടുത്ത് പോയിരിക്കും, കൈ കാണിച്ചേ സത്യം. അപ്പം ഇങ്ങനെ പിടിക്കും കേട്ടോ. അപ്പോൾ ഉമ്മ കൊടുക്കുക. അങ്ങനെ അപ്പോൾ നമുക്ക് ഉമ്മ വരും. അപ്പം നമ്മളിങ്ങനെ നോക്കുക, മൂടായ. അപ്പം നമ്മൾ ചോദിക്കുന്നത്, മൂടായ? സത്യം. എന്നാൽ അവിടെ ഇരുന്നോ എന്നറിയാം. അപ്പം ഞാൻ ചോദിക്കും, അയ്യേ ദേ നോക്കി ചിരിക്കുന്നു. ആര്? സത്യം ചിരിക്കുന്നു. ഞാൻ തൊട്ടോട്ടെ? നീ തൊട്ടോ? തൊട്ട് നോക്കൂ. സത്യട്ടാ. എന്നിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ സെക്സ് ചെയ്യുക, അല്ല മൈനു? അങ്ങനെ വേണം സെക്സ് എന്ന് പറയണത്. എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ വർണ്ണിക്കണം, മനസ്സിലായോ? നമ്മൾ വർണ്ണിക്കണം. അതെ, മൈന അങ്ങനെയാണ്, ഞാനും അങ്ങനെയാ.
നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് 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 മുടക്കിയാക്കി പറഞ്ഞ് പറഞ്ഞ് മുടക്കിയാക്കി ഇങ്ങനെ അല്ലാണ്ട് ഓടി വന്നിട്ട് പെണ്ണുങ്ങളെ കാണുമ്പോൾ രണ്ട് കാല് കവിച്ച് വെച്ചിട്ട് അവരുടെ മുലയമ്മ ഞെക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മുല കൊടുക്കുന്ന കാര്യം എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ചില ആണൊക്കെ ഉണ്ട് പെണ്ണുങ്ങൾ അടുക്കളയിൽ കാണുമ്പോഴും ഡ്രസ്സ് മറന്ന് ചുമ്മാ അവരുടെ മുലയമ്മ കയറി പിടിക്കുന്നത്. എനിക്കിഷ്ടമല്ല അങ്ങനെ ചുമ്മാ മുലയമ്മ കയറി പിടിക്കുന്നത്. എനിക്കിഷ്ടം എപ്പോഴും നമ്മൾ ഇരിക്കുന്ന സമയത്തൊക്കെ ഈ കെട്ടിയന്മാർക്കൊക്കെ ഉള്ള സൂക്കേടാണ് പെണ്ണുങ്ങളുടെ മുല കാണുമ്പോൾ മുലയമ്മ കയറി പിടുത്തം. എനിക്കിഷ്ടമല്ല അത്. ഭയങ്കര ദേഷ്യം വരും. അപ്പോൾ ഞാൻ ചോദിക്കും ഇത് പോയി ഇങ്ങനെ കയറി പിടിക്കല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ആണുങ്ങളുടെ ചില പെണ്ണുങ്ങളുടെ മുലയമ്മ തൊട്ട് കഴിഞ്ഞ് പെണ്ണുക്ക് ഭയങ്കര വികാരം വരുന്ന നോണയാണ്. സത്യമല്ല കേട്ടോ, വികാരം വരില്ല. വരും മൈന, എനിക്കില്ല, ദേഷ്യം വരും എൻ്റെ മുലമ്മ വെറുതെ തൊട്ട് കഴിഞ്ഞാൽ. ദേഷ്യ എനിക്കൊക്കെ ഉണ്ടല്ലോ നല്ല നല്ല എന്താ പറയുക, ശരിക്കും ജമ്മു എൻ്റെ ജമ്മു വന്നത് പോയ ആള് പൈസ ആൾക്ക് ഡ്യൂട്ടി. ഈ ബിസിനസ്സുകാരല്ലേ വന്നത് അപ്പം തന്നെ പോയി. 2 ഗ്ലാസ് പായസവും കുടിച്ചിനി. ഫുഡ് പകുതി കഴിച്ചോളൂ, അധികം കപ്പ കഴിക്കത്തില്ല. ഡ്യൂട്ടിയല്ലേ, ഫുൾ ടൈം ഡ്യൂട്ടി. അപ്പോൾ ലീവായതുകൊണ്ട് എന്നെ കാണാമെന്ന് അപ്പം തന്നെ പോയ ആൾ. ഞാൻ അപ്പം തന്നെ ലൈവ് ഇട്ടല്ലോ. 10-20 മിനിറ്റ് ആയപ്പോഴേക്ക് പോയി. പായസം കുടിച്ചു. പായസത്തിന് ലേശം അടയില്ലേ പാലട, അച്ചിരി ലേശം വേവൂറുണ്ട്. പക്ഷെ ആൾ കുടിച്ചുട്ടോ, ഒന്നും കളഞ്ഞില്ല. ഫുഡ് ഞാൻ ഒരുപാട് കൊടുത്തു. അപ്പം അതിൻ്റെ പകുതി മുക്കാലും കഴിച്ചു, ബാക്കി ഇവിടെ വെച്ച് എന്നോട് കഴിച്ചോളാൻ വന്നു. അപ്പോഴേക്കും ആൾ പോയി. കോളുകൾ വരുവാന്നേ. ഇനി ഇപ്പം ഇങ്ങ് വരില്ല, ഇനി തിങ്കളാഴ്ചയേ ഉള്ളൂ. വെള്ളി ശനി ഞായറൊക്കെ ലീവല്ലേ, 3 ദിവസം വീട്ടിലായിരിക്കും. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ലൈവ് വന്നു, പ്രതീക്ഷിക്കണ്ട 3 ദിവസം. ഇന്ന് മഞ്ഞ ആമി കൊടുത്ത മഞ്ഞ സാരി ഇല്ലേ, ഇന്ന് സാരി കൊടുക്കണം. നാളെ ഉച്ചയ്ക്ക് ഗോൾഡൻ സാരി, നാളെ നൈറ്റ് ഷഡോൻ്റെ സാരി. മിക്കവാറും ഇവിടെ ഗിർ വരും. ഷഡോൻ്റെ സാരിക്ക് അറിയില്ല കേട്ടോ. ദാസത്തിന് സാരി വെള്ളിയാഴ്ച കൊടുക്കാം. നാളെ നൈറ്റ് കൊടുത്താൽ പോരെ. ഇന്ന് വിവിയേണ്ട മഞ്ഞ സാരി ഇല്ല, അന്ന് കൊടുത്ത മഞ്ഞ അത് കൊടുക്കാം. ഇവിടെ കാണണം, ആ ഷാഡോവിൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ആക്കണമെന്ന്. വിവിയേട്ടൻ നോക്കണ്ട്. വിവിയേട്ടൻ ഇന്നലെ നൈറ്റ് വന്നിരുന്നു. അത് ഞാൻ ചോദിച്ചു, മൈനു ഇന്നലെ എന്തിനാ വന്നേന്ന്. അപ്പോൾ വൈഫിനെ കിടത്തി ഉറക്കി. അപ്പോൾ മോള് അമ്മയുടെ അടുത്ത് കിടന്നു. അമ്മയുടെ അടുത്ത് മോള് അമ്മയുടെ അടുത്ത് കിടന്ന പിന്നെ വിവിയേട്ടൻ്റെ അടുത്ത് കിടത്തില്ല മോള്. എപ്പോഴും മക്കൾക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ അമ്മമാരുടെ കൂടെ കിടക്കണമെന്ന്, ഇല്ലേ മൈനു? അപ്പം മോള് കിടക്കുന്ന ദിവസം വിവിയേട്ടൻ്റെ അടുത്ത് കിടത്തൂല മോള് അമ്മയുടെ അടുത്ത്. അപ്പോൾ വിവിയേട്ടൻ അപ്പുറത്തെ റൂമിൽ കിടക്കും. അപ്പോഴാണ് ഇവിടെ ലൈവിൽ വരുന്നത്. ഇന്നലെ അങ്ങനെ വന്നതാ.